ഇന്ന് പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, നാളെ ആദ്യത്തെ വെള്ളിയാഴ്ച പകൽ. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്? 2 കാര്യങ്ങൾ മതി നമുക്ക് സ്വർഗത്തിൽ കടക്കാൻ. ഇന്നത്തെ ഈ രാവും നാളത്തെ പകലും ഈ 2 കാര്യം ശ്രദ്ധിച്ചാൽ സ്വർഗത്തിൽ നമുക്ക് കടക്കാം. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ? വിശദമായി നമുക്ക് കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ വളരെ ശ്രേഷ്ഠമാണ്. അത് വെള്ളിയാഴ്ചയാകുമ്പോൾ വലിയ പ്രതിഫലമാണ്. അത് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയാകുമ്പോൾ അതിപ്രധാനമാണ്. വലിയ ശ്രേഷ്ഠതയാണ് അല്ലാഹു തആല നൽകുന്നത്. ഒരു സ്വലാത്ത്, ആ സ്വലാത്ത് പറഞ്ഞാൽ 5 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം അല്ലാഹു നൽകുമെന്നാണ്. അത്ഭുതപ്പെടുത്തുന്ന ആ ചെറിയ സ്വലാത്ത് ഏതാണെന്ന് നമുക്ക് കേൾക്കാം. ഒരു സൂറത്തുണ്ട്. ആ സൂറത്ത് റജബ് മാസത്തിൽ ഒരുപാട് വട്ടം നമ്മൾ പറയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റജബ് മാസത്തിൻ്റെ ഈ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലും ഇനിയുള്ള ദിവസങ്ങളിലും ഈ ഒരു ചെറിയ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്നത് വമ്പൻ പ്രതിഫലമാണ്. മഹാന്മാർ വിശദീകരിച്ച ആ ചെറിയ സൂറത്ത് ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട, ചെയ്യേണ്ട, അതുപോലെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അത് അവസാനം വരെ കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റജബ് മാസം അൽഹംദുലില്ലാഹ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും അനുകൂലമായ മാസമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. റജബിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അമലിനും അല്ലാഹു ഇരട്ടി പ്രതിഫലം നൽകുമാറാവട്ടെ. റജബിലും അതുപോലെ ഇനി വരാനിരിക്കുന്ന ശഅബാൻ, കടന്നു വരുന്ന റമളാൻ എല്ലാത്തിനെയും പരിപൂർണമായി സ്വീകരിക്കുവാനും അതിൻ്റെ മുഴുവൻ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുവാനും അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളെല്ലാവരും റജബ് മാസത്തിലാണല്ലോ. ഈ റജബ് മാസത്തിൻ്റെ ഓരോ ദിവസത്തിനും വ്യത്യസ്തമായ ശ്രേഷ്ഠതകളും പ്രതിഫലങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോ റജബ് മാസത്തിൻ്റെ ഓരോ ദിവസത്തിലും ചെയ്യുന്ന അമലുകൾക്കനുസരിച്ചാണ് പ്രതിഫലങ്ങൾ കൂടിയും കുറഞ്ഞും വരിക. ഇന്ന് നമ്മൾ നിലനിൽക്കുന്നത് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലാണ്. നാളെ നമ്മളിലേക്ക് വെള്ളിയാഴ്ച പകൽ കടന്നു വരികയാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ വെള്ളിയാഴ്ച ദിവസവും, അതായത് എല്ലാ മാസത്തിലെ വെള്ളിയാഴ്ച ദിവസത്തിനും മറ്റ് ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. കാരണം വെള്ളിയാഴ്ച ദിവസത്തെപ്പറ്റി പറയുന്നത് സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവെന്നാണ്. നേതാവിന് ഏതായാലും അണികളേക്കാൾ വലിയ പവർ ഉണ്ടാകുമല്ലോ, അതുകൊണ്ടാണല്ലോ അയാൾ നേതാവാകുന്നത്. എന്നതുപോലെ ബാക്കിയുള്ള ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠത വെള്ളിയാഴ്ച ദിവസത്തിനുണ്ട്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ വെള്ളിയാഴ്ചക്കും ശ്രേഷ്ഠതയുണ്ട്. റജബ് മാസത്തിൻ്റെ വെള്ളിയാഴ്ച, അതും ആദ്യത്തെ വെള്ളിയാഴ്ചയാകുമ്പോൾ ഇരട്ടി മധുരമാണ് ഓരോ മുഅ്മിനിനും അനുഭവപ്പെടേണ്ടത്. പഞ്ചാരക്കുന്നിൻ്റെ മേൽ തേന്മഴ പെയ്യുന്നത് പോലെ ഓരോ മുഅ്മിനായ മനുഷ്യനും കാത്തിരിക്കേണ്ട ഒരു അസുലഭ മുഹൂർത്തത്തിലേക്കാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ്, അതിൻ്റെ പകൽ നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. റജബ് മാസത്തിൽ എന്നല്ല, എല്ലാ മാസത്തിലും ഓരോ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ ചെയ്യേണ്ട വലിയ കർമ്മമാണ് എന്ത്? സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. നമുക്ക് ആദ്യം തന്നെ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ മഹത്വം ഒന്ന് പരിശോധിക്കാം. വെള്ളിയാഴ്ച ദിവസം അത് മുസ്ലിമീങ്ങൾക്കല്ല കൊടുത്ത ദിവസമാണ്. ശനിയാഴ്ച ദിവസം അത് ജൂതന്മാരുടെ ശ്രേഷ്ഠമായ ദിവസമാണ് ശനിയാഴ്ച ദിവസം. ഞായറാഴ്ച ദിവസം അത് ക്രൈസ്തവർക്കുള്ള ശ്രേഷ്ഠമായ ദിവസമാണ്. ഇപ്പോൾ ക്രൈസ്തവരായ ആളുകൾ ഞായറാഴ്ച വരുമ്പോൾ എത്ര തിരക്കാണെങ്കിലും എത്ര കല്യാണമാണെങ്കിലും അവർ രാവിലെ കുടിച്ച് ഒരുങ്ങി പള്ളിയിൽ പോവാത്ത ഒരു ഞായറാഴ്ച ഉണ്ടാവില്ല. ഞായറാഴ്ച കുർബാനക്കൊക്കെ വേണ്ടി അവർ പോവാറുണ്ട്. എന്നതുപോലെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശനിയാഴ്ച അവരുടെ സിനഗോഗുകളിൽ, അവരുടേതായ പള്ളികളിൽ അവർ പോയി അവരുടേതായ ഇബാദത്തുകൾ ചെയ്യാറുണ്ട്. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ള ദിവസമാണ്. അവർ വെള്ളിയാഴ്ച പ്രത്യേകമായ അമലുകൾ ചെയ്യുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നു, ഖുതുബ കേൾക്കുന്നു, ജുമുഅ നമസ്കരിക്കുന്നു, അതുപോലെ സ്വലാത്തുകൾ ചൊല്ലുന്നു, മറ്റ് അദ്കാറുകൾ പറയുന്നു. അപ്പോൾ വെള്ളിയാഴ്ച ദിവസം അത് ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ പറയുന്നുണ്ട്, 2 പെരുന്നാൾ,
അതായത് ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, ഈദുൽ അൽഹ, ഈദുൽ ഫിത്തർ, ഈ 2 പെരുന്നാൾ ദിവസത്തെക്കാളും ശ്രേഷ്ഠതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസമെന്നാണ്. അത്രമാത്രം ശ്രേഷ്ഠത. അതായത് ദുആക്ക് ഇജാബത്ത് അല്ലാഹു നിർബന്ധമായും കൊടുക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ്. അത് റജബിൻ്റെ വെള്ളിയാഴ്ച രാവും ആദ്യത്തെ വെള്ളിയാഴ്ച രാവും പകലുമാകുമ്പോൾ വലിയ പ്രതിഫലമാണ്. ജുമുഅ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടുന്നത്, ഒരുമിച്ച് കൂട്ടപ്പെട്ടത്, ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് എന്ന ഏതർത്ഥം വേണമെങ്കിലും നമുക്ക് വെക്കാം. അതായത് എല്ലാ നന്മകളും ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ്. സുന്നത്തായ കർമ്മങ്ങൾ, ഫർളായ കർമ്മങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരങ്ങൾ, അതുപോലെ ഖുതുബ, ഖുർആൻ പാരായണം, ഇഅ്തികാഫ്, സ്വദഖ, മുസ്ലിമീങ്ങളെ പരസ്പരം കാണുന്നു, പരസ്പരം സലാം പറയുന്നു, പരസ്പരം ചേർന്ന് ഒരുപാട് മുഅ്മിനീങ്ങൾ നിൽക്കുന്നു, മരണപ്പെട്ടു പോയവർ സിയാറത്ത് ചെയ്യുന്നു, ദിക്റുകൾ പറയപ്പെടുന്നു, സ്വലാത്തുകൾ പറയപ്പെടുന്നു, ദുആകൾ, ഒരുമിച്ചുള്ള ദുആ, കൂട്ടമായിട്ടുള്ള ദുആ, ഒറ്റക്കുള്ള ദുആ, എല്ലാ കർമ്മങ്ങളും ഒന്നിച്ചു ചേർന്നിട്ടുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ ഒരു ദിവസം പ്രത്യേകിച്ച് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസത്തിലും അതിൻ്റെ പകലിലും എൻ്റെ മുഅ്മിനീങ്ങളെ ആദ്യം എന്നോടും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് പറയുകയാണ്. എന്ത്? നമ്മൾ ദുആകൾ പരമാവധി വർദ്ധിപ്പിക്കുക. ആദ്യം ചെയ്യേണ്ട ദുആ ഏത് ദുആയാണ്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ആ ദുആ വർദ്ധിപ്പിക്കണം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖിനാ അദാബന്നാർ. ആ ദുആ വർദ്ധിപ്പിക്കാം. റബ്ബനാ ളലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ ദുആ വർദ്ധിപ്പിക്കാം. ഇനി എൻ്റെ മുഅ്മിനീങ്ങൾക്ക് ഒരു സ്വലാത്ത് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഒരു സ്വലാത്ത്. ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ 5 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ്. ഈ സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസമെന്നല്ല, ഏത് സമയത്ത് ചൊല്ലിയാലും ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 5 ലക്ഷം പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ്. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവും പകലും പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ്. അതിലും സ്പെഷ്യലായിട്ട് റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലും അതുപോലെ പകലിലും പറഞ്ഞാൽ വലിയ ശ്രേഷ്ഠതയാണ്. ഒന്നാമത്തെ ശ്രേഷ്ഠത, നരകമോചനമാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല മറവി രോഗത്തെ തൊട്ട് അള്ളാഹു കാക്കും. ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗമുണ്ട്, ഇന്നത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. സ്വന്തം പേര് പോലും മറക്കുന്ന, അല്ലേ, മലമൂത്ര വിസർജനം എവിടെയാ ചെയ്യുന്നത് അതുപോലും ഓർക്കുന്നില്ല. മൂത്രമൊഴിച്ചു പോകുന്നുണ്ട്, അത് എവിടെയാണ്, ബെഡിലാണോ അതോ ബാത്റൂമിലാണോ അതുപോലും ഓർമ്മയില്ല. മുമ്പിൽ നിൽക്കുന്നത് മകനാണോ മോളാണോ പിന്നെ എന്താ പറയുക ഭാര്യയാണോ, ആ ഒരു ഓർമ്മയുമില്ലാത്ത, ഒന്നും ഓർമ്മയില്ലാത്ത, എന്നാൽ കേൾക്കാം, കാണാം, എല്ലാം ചെയ്യാം, പക്ഷേ മറവിയാണ്, നിസിയാൻ. ആ രോഗത്തെ തൊട്ട് അല്ലാഹു കാക്കുമെന്നാണ്. പിന്നെയോ പിശുക്കന്മാരായി പോകുന്നതിനെ തൊട്ട്, അല്ലേ, നമ്മൾ പറയാറുണ്ടോ അയാൾ പിശുക്കനാണ്, അവൾ പിശുക്കത്തിയാണെന്ന് പറയാറുണ്ട്. ആ പിശുക്കിനെ തൊട്ട് അല്ലാഹു കാക്കുമെന്നാണ്. പിന്നെയോ ഖബറിൻ്റെ അദാബിനെ തൊട്ട് കാക്കും. നല്ല ഹുസ്നുൽ ഖാത്തിമത്ത്, നല്ല മരണം നമുക്കുണ്ടാകും. മാത്രമല്ല മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് കിട്ടുന്നതാണ്. സിറാത്ത് പാലത്തിൽ വലിയ വെളിച്ചമുണ്ടാകുന്നതാണ്. സ്വർഗത്തിൽ കടക്കുമെന്നല്ല, സ്വർഗത്തിൽ ഉന്നതമായ പദവി കിട്ടുമെന്നാണ്. ദുന്യാവിൽ കടം, പ്രയാസം, രോഗം, വിഷമം, ടെൻഷൻ അതൊക്കെ മാറുന്നതാണ്. പിന്നെയോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ നമുക്കല്ലാഹു കാണിച്ചു തരുന്നതാണ്. ഒരു ചെറിയൊരു സ്വലാത്താണ്. ആ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്ന വലിയ പ്രതിഫലം 5 ലക്ഷം പ്രാവശ്യം പറഞ്ഞ പ്രതിഫലമാണ്, സ്വലാത്ത് പറഞ്ഞ പ്രതിഫലമാണ്. ഏതാണ് ആ സ്വലാത്ത്? അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി കമാലാ നിഹായത ലി കമാലിക വഅദദ കമാലിഹി. ഇതാണ് ആ സ്വലാത്ത്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി കമാലാ നിഹായത ലി കമാലിക വഅദദ കമാലിഹി. അല്ലാഹുവേ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നീ ഗുണവും രക്ഷയും, അവിടുത്തെ കുടുംബത്തിനും അവിടുത്തെ ആലിനും സ്വഹാബിമാർക്ക് എല്ലാവർക്കും നീ ഗുണവും രക്ഷയും ചൊരിഞ്ഞു കൊടുക്കണേ റഹ്മാനേ. അല്ലാഹുവേ, നിന്റെ കമാലിയത്ത്, അല്ലാഹുവിൻ്റെ പൂർണ്ണത അതെത്രമാത്രമുണ്ടോ അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് അല്ലാഹുവേ മുത്ത് റസൂലിനും അവിടുത്തെ കുടുംബത്തിനും അനുയായികൾക്കും നീ ഗുണവും രക്ഷയും കൊടുക്കണേ എന്നാണ് ആ സ്വലാത്തിൻ്റെ ഏകദേശ അർത്ഥം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി കമാലാ നിഹായത ലി കമാലിക വഅദദ കമാലിഹി. ഈ ഒരു സ്വലാത്ത് മറന്നു പോവണ്ട. ഇതെല്ലാ വെള്ളിയാഴ്ചയിലും ചൊല്ലണം. പ്രത്യേകിച്ച് ഇന്നത്തെ രാവ്
നാളത്തെ പകൽ, അതായത് വെള്ളിയാഴ്ച രാവ് പകൽ, റജബ് മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലും പകലിലും. ഇത് ഒരു കാര്യം. ഇനി രണ്ടാമതായി പറയുന്നു, മഹാന്മാരായ ഉലമാക്കൾ വിശദീകരിച്ചു തരികയാണ്, ഇന്നത്തെ മഗ്രിബ് മുതൽ, ഇന്ന് മഗ്രിബ് മുതൽ നാളത്തെ മഗ്രിബിന് തൊട്ടു മുമ്പ് വരെ, അതായത് വെള്ളിയാഴ്ച രാവിലും പകലിലും, അതാണ് ഉദ്ദേശം. അതായത് ഇന്ന് മഗ്രിബ് തുടങ്ങി ഇശ, സുബഹി, പിന്നെ ജുമാ, പിന്നെ അസർ, പിന്നെ മഗ്രിബിൻ്റെ ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള സമയത്ത് ഒരു മനുഷ്യൻ അന്നമൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ്, ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിക്കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ അള്ളാഹു അവന് നൂറ് കൊടുക്കുന്ന, ഒരു പ്രകാശം കൊടുക്കുന്നതാണ്. ആ പ്രകാശം അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നതാണ്. മാത്രമല്ല പ്രയാസങ്ങൾ, കടങ്ങൾ, ദുഃഖം, സങ്കടം, രോഗം, ഭയം, പ്രസവം എളുപ്പമാകൽ, ജോലി ശരിയാവൽ, വീട് പണി പെട്ടെന്ന് ആവൽ, പരീക്ഷ എളുപ്പമാകൽ, ഇത്തരത്തിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം അല്ലാഹു തആല അതിൻ്റേതായ സൊല്യൂഷനുകൾ നമ്മുടെ ജീവിതത്തിൽ നൽകുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. എന്ത്? സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസ് റജബ് മാസത്തിൽ ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകല്, ഇന്ന് ഓതിയാൽ വളരെ ശ്രേഷ്ഠമാണ്. അതുപോലെ വെള്ളിയാഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട മൊത്തത്തിലുള്ള സുന്നത്തുകളുണ്ട്. വെള്ളിയാഴ്ച സുന്നത്തായ സൂറത്തുൽ കഹ്ഫ് ഓതുക, സ്വലാത്ത് പറയുക, അതുപോലെ ദിക്റുകൾ പറയുക, സ്വതക്കകൾ കൊടുക്കുക, മരിച്ചവരെ സിയാറത്ത് ചെയ്യുക, മറ്റുള്ളവരെ കാണുമ്പോൾ സലാം പറയുക, കുടുംബ ബന്ധം ചേർക്കുക, അതുപോലെ തന്നെ നേരത്തെ പള്ളിയിലേക്ക് വരിക, നഖം അതുപോലെ മറ്റു രോമങ്ങൾ നീക്കുക തുടങ്ങിയ ഒരുപാട് സുന്നത്തുകളുണ്ടല്ലോ. പ്രത്യേകിച്ച് ജുമാക്ക് വേണ്ടിയുള്ള സുന്നത്തായ കുളി, നിയ്യത്ത് വെച്ചുള്ള കുളി. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ പറയപ്പെട്ടുള്ള പ്രധാനപ്പെട്ട രണ്ട് കാര്യം, ഇത് മതി നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ഒന്ന് സ്വലാത്ത് നമ്മൾ പറഞ്ഞു, രണ്ടാമത്തേത് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇതൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ. അതുപോലെ റജബിലെ ആദ്യ വെള്ളിയാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഒരു കാര്യത്തിന്റെ വസ്തുത എന്താണെന്ന് ഉസ്താദിനോട് ചോദിച്ചറിയേണ്ടതുണ്ട്. അവസാനമായിട്ട് ഉസ്താദ്, ഇപ്പൊ ചില ആളുകൾ ചില ഹദീസുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അതായത് റജബിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ഒരു പ്രത്യേക നിസ്കാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞ്, അത് ശരിക്കും ഉള്ളതാണോ? ശരിക്കും അതിൻ്റെ നിജസ്ഥിതി എന്താണ്? ഇത് റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിൽ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഒരു 12 റക്അത്ത് നിസ്കാരമുണ്ട് എന്ന തരത്തിൽ പല ഹദീസുകളും പല ആളുകളും കൊണ്ടുവരുന്നുണ്ട്. ഇത് ഇല്ലാത്തൊരു നിസ്കാരമാണ്. അത് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് പിഴച്ച ഒരു ബിദ്അത്താണ്. നമ്മൾ ആരും അങ്ങനെ നിസ്കരിക്കാറില്ല. പക്ഷേ ആരെങ്കിലും അങ്ങനെ നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തണം. അങ്ങനെ ഒരു പ്രത്യേകമായ നിസ്കാരം റജബ് മാസത്തിലില്ല. റജബ് മാസത്തിൽ പ്രത്യേകിച്ച് ഒരു 12 റക്അത്ത് റജബിൻ്റെ സുന്നത്തായ നിസ്കാരം, അങ്ങനെ ഒരു നിസ്കാരമില്ല. നമുക്കല്ലാതെ എത്രയോ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് നിർവഹിക്കാം. അല്ലാതെ റജബിലെ പ്രത്യേകമായ ഒരു സുന്നത്ത് നിസ്കാരം എന്ന് പറഞ്ഞൊരു സുന്നത്ത് നിസ്കാരം ഇല്ല. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളൊക്കെ എന്താണ്? ളഈഫായ ഹദീസാണ്. ളഈഫായതും കെട്ടിച്ചമച്ചുണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ ഹദീസുകളാണ്. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക, ഇതിൽ പറയപ്പെടുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ നമ്മുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്താൽ, ഷെയർ ചെയ്ത് കൊടുത്താൽ, അവർ ഇത് കേട്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സുബ്ഹാനല്ലാഹ് എങ്കിലും പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് അല്ലാഹു നൽകും, ഉറപ്പാണ്. ആ ഗണത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആരെല്ലാം എന്തെല്ലാം രോഗങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, ക്യാൻസർ പോലത്തെ മറ്റ് മാരകവുമല്ലാത്തതുമായ അസുഖങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്. ഈ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ റജബ് മാസത്തിൻ്റെ പവിത്രത കൊണ്ട് അള്ളാഹു എല്ലാ രോഗങ്ങളും നമ്മളിൽ നിന്നും, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിൽ നിന്നും ശിഫയാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ റജബ് മാസത്തിൻ്റെ 1 മുതൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ട, അറിയേണ്ട, നമ്മൾ മനസ്സിലാക്കേണ്ട, പറയേണ്ട ഒരു കൂട്ടം അമലുകളുണ്ട്. ആ ഒരു കൂട്ടം അമലുകൾ ഏതൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മുടെ ചാനലിൽ. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. റജബ് മാസവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിയേണ്ടതുണ്ടോ അത് മുഴുവനും പറഞ്ഞിട്ടുള്ള ആ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.